ഹായ് ഓൾ, എല്ലാവർക്കും എമിനന്റ് PCയുടെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. 2024 നവംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സിന്റെ പാർട്ട് 1 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി വരാൻ പോകുന്ന 10th ലെവൽ പ്രിലിംസ്, ഡിഗ്രി ലെവൽ പ്രിലിംസ് തുടങ്ങിയിട്ടുള്ള പരീക്ഷകൾക്കൊക്കെ നിങ്ങൾക്ക് ഈ കറണ്ട് അഫയേഴ്സ് വളരെയധികം പ്രയോജനപ്പെടും. പത്രമാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ കറണ്ട് അഫയേഴ്സ് കൂടുതലും തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് കൃത്യമായിട്ട് ഇനിയുള്ള വീഡിയോസ് കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. സോ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ആദ്യത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കേരള ഗവൺമെന്റിന്റെ പ്രൊജക്ടുകളാണ്. നവംബർ ആദ്യത്തെ ആഴ്ചകളിലൊക്കെ പത്രമാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകളിൽ നിന്നുള്ള ചില ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ഭാഗത്ത് എടുത്തിട്ടുള്ളത്. അപ്പൊ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ പ്രൊജക്ടിന്റെ പേര് മാലിന്യമുക്തം നവകേരളം എന്നുള്ളതാണ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അല്ലെ മാലിന്യമുക്തം നവകേരളം. ശുചിത്വ കേരളം സുസ്ഥിര കേരളം ലക്ഷ്യമിട്ട് സംസ്ഥാനത്തൊട്ടാകെ സംഘടിപ്പിക്കുന്ന ഒരു ക്യാമ്പയിനാണ് എന്തെന്ന് പറയുന്നത് മാലിന്യമുക്തം നവകേരളം എന്ന് പറയുന്നത്. മാലിന്യമുക്തം നവകേരളം. രണ്ടാമത്തെ പ്രൊജക്ട് സ്നേഹിത എന്ന് പറയുന്ന പ്രൊജക്ട് ആണ്. സ്നേഹിത എന്ന് പറയുന്ന പ്രൊജക്ട് 2013 കുടുംബശ്രീ ആരംഭിച്ചിട്ടുള്ള പ്രൊജക്ട് ആണ്. 2013 കുടുംബശ്രീ ആരംഭിച്ചത്. അത് പത്രത്തിൽ വന്നത് വളരെ സക്സസ്ഫുൾ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്ട് ആണ്. 11 വർഷം പൂർത്തീകരിച്ചതിന്റെ വാർത്ത പത്രത്തിൽ ഉണ്ടായിരുന്നു. 2013 ആരംഭിച്ചിട്ടുള്ളത്. എന്താണ് സ്നേഹിത എന്ന് പറയുന്നത്? അതിക്രമങ്ങൾക്കിരയാവുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള കുടുംബശ്രീയുടെ ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് ആണ് സ്നേഹിത എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് സ്നേഹിത ിലൂടെ നമുക്ക് ലഭിക്കുന്ന സേവനങ്ങൾ? ഏതെങ്കിലും ഒരു സ്ത്രീകളോ കുട്ടികളോ അതിക്രമങ്ങൾക്ക് ഇരയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ലീഗൽ സപ്പോർട്ട്, മെന്റൽ സപ്പോർട്ട്, മെഡിക്കൽ സപ്പോർട്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് സ്നേഹിതയുടെ ഭാഗമായിട്ട്. ഇത് മാത്രമല്ല ബാക്കിയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് എല്ലാ വിധത്തിലുമുള്ള സപ്പോർട്ടുകൾ സ്നേഹിതയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും. അപ്പോ 2013 സ്നേഹിത ആരംഭിച്ചിട്ടുള്ളത്. ആർക്ക് വേണ്ടിയിട്ടാണ്? അതിക്രമങ്ങൾക്കിരയാവുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടും കുടുംബശ്രീ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ്. അത് ഓർത്തു വെക്കുക. അടുത്ത പ്രൊജക്ട് എന്ന് പറയുന്നത് ഉജ്ജീവനം എന്ന് പറയുന്ന പ്രൊജക്ട് ആണ്. ഉജ്ജീവനം എന്ന് പറയുന്ന പ്രൊജക്ട് നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ള പ്രൊജക്ട് ആണ്. എന്താണ് ഉജ്ജീവനം? സംസ്ഥാനത്തെ അതിദാരിദ്ര്യ കുടുംബങ്ങളെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് കുടുംബശ്രീ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ഉജ്ജീവനം എന്ന് പറയുന്നത്. അപ്പം അതിദാരിദ്ര്യരായിട്ടുള്ള കുടുംബങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംരംഭങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് ധനസഹായം നൽകുക എന്നുള്ളതാണ് ഉജ്ജീവനം പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അടുത്ത പ്രൊജക്ടിന്റെ പേര് തെളിമ എന്നാണ്. തെളിമ നമ്മുടെ റേഷൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏത് രീതിയിലുമുള്ള പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് തെളിമ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ റേഷൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പേര് ചേർക്കാനോ അല്ലെങ്കിൽ പേരിലെ തെറ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തെറ്റോ കാർഡ് മാറ്റാനോ അങ്ങനെയുള്ള എന്ത് കാര്യങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് പരാതികൾ ഈ തെളിമ എന്ന വെബ് പോർട്ടലിൽ കൂടി എന്ത് ചെയ്യാൻ പറ്റും? രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ആ പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് തെളിമ എന്ന് പറയുന്നത്. ഈ 4 പ്രൊജക്ടുകളും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത നമ്മുടെ പ്രൊജക്ട് എന്ന് പറയുന്നത് ഉന്നതി എന്ന് പറയുന്ന പ്രൊജക്ട് ആണ്. ഉന്നതി ഇപ്പൊ വാർത്തകളിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രൊജക്ട് ആണ് ഉന്നതി എന്ന് പറയുന്നത്. അല്ലെ, നിങ്ങൾ വാർത്തകളിൽ കണ്ടിട്ടുണ്ടാവും നമ്മുടെ സംസ്ഥാനത്തെ ബ്യൂറോക്രാറ്റ്സ് തമ്മിലുള്ള ചില ആഭ്യന്തര പ്രശ്നങ്ങൾ അല്ലെ. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടാവുന്ന ഒരു പേരായിരിക്കും എന്തെന്ന് പറയുന്നത് ഉന്നതി എന്ന് പറയുന്നത്. ഉന്നതി എന്താ ഉന്നതി എന്ന് പറയുന്ന പ്രൊജക്ട്? പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ ക്ഷേമത്തിനും വിവിധ പദ്ധതികളുടെ നിർവഹണത്തിനുമായിട്ട് രൂപീകരിച്ചിട്ടുള്ള പദ്ധതിയാണ് ഉന്നതി എന്ന് പറയുന്നത്. ഉന്നതി എന്ന് പറയുന്നത് ഒരു വലിയ പ്രൊജക്റ്റ് ആണ്. അതിനകത്ത് ഈ SC/ST വിഭാഗങ്ങളിലുള്ള ആളുകളുടെ എല്ലാവിധത്തിലുമുള്ള ക്ഷേമം, അതുപോലെ തന്നെ ഓരോ വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പദ്ധതികൾ, നമ്മളിപ്പോ ഈ പറഞ്ഞു പോകുന്ന പോലെ ഒരുപാട് പദ്ധതികളെല്ലാം ഉണ്ടാവും അല്ലെ. ഇതിനെല്ലാം കൂടി ചേർത്തുള്ള ഒരു പ്രൊജക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഉന്നതി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ കുറച്ച് ഫയലുകൾ കാണാനില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോ നമ്മുടെ നാട്ടിൽ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ പ്രൊജക്ട് ഓർത്ത് വെക്കുക, ഉന്നതി എന്നാണ്. SC/ST വിഭാഗങ്ങളുടെ ക്ഷേമത്തിനും അവരുടെ വിവിധ പദ്ധതികളുടെ നിർവഹണത്തിനും വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു എന്തെന്ന് പറയുന്നത് ഉന്നതി എന്ന് പറയുന്നത്. അടുത്ത പ്രൊജക്ട് എന്ന് പറയുന്നത് വയോമിത്രം എന്ന് പറയുന്ന പ്രൊജക്ട് ആണ്. വയോമിത്രം ഇതും നമ്മൾ കേട്ടിട്ടുള്ള ഒരു പ്രൊജക്ട് ആണ്. ഈ പ്രൊജക്ടിന്റെയും ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വാർത്തയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പത്രമാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. എന്താണ് വയോമിത്രം എന്ന് പറഞ്ഞാൽ 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ, എത്രയാണ്? 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് വയോമിത്രം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക, പ്രായമുള്ളവരുടെ ആണ് എന്ന് കരുതി അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺസ് ആണെന്ന് കരുതി 60 വയസ്സാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. 60 വയസ്സല്ല, ഇവിടെ എത്ര വയസ്സാണ്? 65 വയസ്സാണ്. 65 വയസ്സിന്റെ മുകളിൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സംരക്ഷണമാണ്. സാമൂഹിക നീതി വകുപ്പിന്റെയാണ് ഈ ഒരു പദ്ധതി. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക, ഇത് കേരളത്തിലുള്ള എല്ലാ പ്രായമുള്ളവരുടെ അല്ലെങ്കിൽ വയോജനങ്ങൾക്കും
ഇതിലെ ഗുണഭോക്താക്കളാകാനായിട്ട് പറ്റില്ല. ഒന്ന് നമ്മൾ പറഞ്ഞു 65 വയസ്സ് വേണം. മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ വയോജനങ്ങൾ കോർപ്പറേഷൻ പരിധിയിലോ അതല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ പരിധിയിലോ താമസിക്കുന്നവരാവണം എന്ന് നിർബന്ധമുണ്ട്. ഇപ്പൊ വയോമിത്രം പ്രൊജക്ടിന്റെ കാര്യം ആലോചിച്ച് നോക്കുക. 60 വയസ്സല്ല, 65 വയസ്സാണ്. ഈ 65 വയസ്സ് കേരളത്തിലുള്ള മുഴുവൻ വയോജനങ്ങൾക്കും കിട്ടില്ല. ഈ വയോജനങ്ങൾ കോർപ്പറേഷൻ പരിധിയിലോ മുനിസിപ്പാലിറ്റിയുടെ പരിധിയിലോ താമസമാക്കിയിട്ടുള്ളവർക്കാണ് ഇതിന്റെ ഗുണഭോക്താക്കളാകാനായിട്ട് പറ്റുക. എന്തൊക്കെയാണ് വയോമിത്രം പ്രൊജക്ടിലൂടെ ലഭ്യമാകുന്ന സേവനങ്ങൾ? സൗജന്യമായിട്ടുള്ള മരുന്ന് വിതരണം, അതുപോലെ തന്നെ ജീവിതശൈലി രോഗ നിർണയം, മെഡിക്കൽ ക്യാമ്പുകൾ, മൊബൈൽ ക്ലിനിക്കുകൾ, കൗൺസിലിംഗ്, പാലിയേറ്റീവ് കെയർ തുടങ്ങിയിട്ട് വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ വിധത്തിലുമുള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? വയോമിത്രം ഉറപ്പ് നൽകുന്നുണ്ട്. അടുത്തൊരു പ്രൊജക്ട് എന്ന് പറഞ്ഞാല് ഓർമ്മത്തോണി എന്ന് പറയുന്ന പ്രൊജക്റ്റാണ്. ഇത് നമ്മൾ കേട്ടിട്ടുള്ള പ്രൊജക്റ്റാണ് ഓർമ്മത്തോണി. ഇതും ഈ പറയുന്ന ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് വാർത്തകൾ ഇടം നേടിയിട്ടുണ്ടായത്. ഓർമ്മത്തോണി ആ പേരിനകത്ത് തന്നെ ഉണ്ടല്ലേ എന്തായിരിക്കും ആ പ്രൊജക്ട് ലക്ഷ്യമാക്കുന്നത് എന്ന്. ഓർമ്മത്തോണി മറവി രോഗം കണ്ടെത്തി അവരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ഓർമ്മത്തോണി എന്ന് പറയുന്നത്. മറവി രോഗം കണ്ടെത്തി അവരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ഓർമ്മത്തോണി. അപ്പോ ഡിമെൻഷ്യ അല്ലെങ്കിൽ അൾഷിമേഴ്സ് പോലെയുള്ള അസുഖങ്ങളുള്ള ആൾക്കാർ അല്ലെ. അപ്പൊ ഡിമെൻഷ്യ അല്ലെങ്കിൽ അൾഷിമേഴ്സ് രോഗീ സൗഹൃദ കേരളം സൃഷ്ടിക്കുന്ന പ്രഖ്യാപനത്തോടെയാണ് ഓർമ്മത്തോണി ആരംഭിച്ചിട്ടുള്ളത്. ഡിമെൻഷ്യ അല്ലെങ്കിൽ അൾഷിമേഴ്സ് രോഗീ സൗഹൃദ കേരളം, അതാണ് അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇത് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഇതിന്റെ ഗുണഭോക്താക്കളാകാനായിട്ട് പറ്റും. ശ്രദ്ധിക്കുക, വയോമിത്രത്തിൽ 65 ആയിരുന്നു, എന്നാൽ ഓർമ്മത്തോണിയില് പ്രായം എന്ന് പറയുന്നത് 60 വയസ്സ്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ വീടുകളിലെത്തി അൾഷിമേഴ്സിന്റെയോ ഡിമെൻഷ്യയുടെയോ ലക്ഷണങ്ങൾ കണ്ടെത്തി അതിന് വേണ്ട പരിചരണങ്ങൾ നൽകുവാൻ വേണ്ടിയിട്ടാണ് ഓർമ്മത്തോണി എന്ന പദ്ധതി ആരംഭിച്ചിരുന്നത്. അപ്പൊ ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? രോഗ തീവ്രത കുറയ്ക്കാനും ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കാനും ഒക്കെ സഹായം അവർ നൽകുന്നതാണ്. ഹെൽപ്പ് ലൈൻ ഉണ്ട്, വെബ്സൈറ്റ് ഉണ്ട്, കെയർ സെന്റർ ഉണ്ട്, ഓർമ്മ എന്ന് പറയുന്ന ഒരു ക്ലിനിക്ക് ഉണ്ട്, ഓർമ്മ ക്ലിനിക്ക്. ഇവിടെ ഇതെല്ലാം ഈ ഓർമ്മത്തോണിയുടെ തന്നെ പ്രൊജക്ടിന്റെ ഭാഗമാണ്. ഇവിടെ എല്ലാം ഈ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള സേവനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ലഭ്യമാവും കേട്ടോ. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ലൈനിൽ ബന്ധപ്പെടാവുന്നതാണ്, അല്ലെങ്കിൽ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കെയർ സെന്ററുകൾ ഉണ്ട്, ഓർമ്മ ക്ലിനിക്കുകളിൽ നേരിട്ട് പോകാവുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഓർമ്മത്തോണിയുടെ എല്ലാ വിധത്തിലുമുള്ള സഹായങ്ങളും പരിചരണങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ ഓർത്തു വെക്കുക, ഡിമെൻഷ്യ അല്ലെങ്കിൽ അൾഷിമേഴ്സ് രോഗീ സൗഹൃദ കേരളം എന്ന ലക്ഷ്യവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഓർമ്മത്തോണി എന്ന് പറയുന്ന പ്രൊജക്ട് ആരംഭിച്ചത്. അടുത്ത 2024 നമ്മൾ മറ്റൊരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. 2024 കേരള അവാർഡ് അല്ലെങ്കിൽ കേരള പുരസ്കാരങ്ങൾ. നമുക്കറിയാം ഇന്ത്യയിൽ നൽകുന്ന പരമോന്നത സിവിലിയൻ പുരസ്കാരങ്ങളാണ് പത്മ അവാർഡുകൾ അല്ലെ. പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കാറുണ്ട്. അതുപോലെ തന്നെ അതേ മാതൃകയിൽ കേരളത്തിൽ ആരംഭിച്ചിട്ടുള്ള സിവിലിയൻ പുരസ്കാരങ്ങളാണ് കേരള പുരസ്കാരങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഇത്തവണ 2024 മൂന്നാമത് കേരള പുരസ്കാരങ്ങളായിരുന്നു പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ റിപ്പബ്ലിക് ഡേയിലാണ് ഭാരതരത്ന അതുപോലെ തന്നെ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നതെന്നുണ്ടെങ്കിൽ കേരളപ്പിറവിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് നവംബർ 1 ബന്ധപ്പെട്ടുകൊണ്ടാണ് സാധാരണഗതിയിൽ എന്ത് ചെയ്യാറുള്ളത്? കേരള പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കാറുള്ളത്. പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിലായതുകൊണ്ട് തന്നെ പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെയും അതുപോലെ 3 കാറ്റഗറിയിലായിട്ട് 3 ലെവലിലായിട്ടാണ് അവാർഡുകൾ നൽകുന്നത്. കേരളശ്രീ, കേരളപ്രഭ, അതുപോലെ തന്നെ കേരള ജ്യോതി. കേരളശ്രീ, കേരളപ്രഭ, കേരള ജ്യോതി, ഇങ്ങനെയാണ് 3 പുരസ്കാരങ്ങൾ ഉള്ളത്. ഇതിൽ കേരള ജ്യോതി പുരസ്കാരം 2024 മൂന്നാമത്തെ കേരള പുരസ്കാരമാണ് പ്രഖ്യാപിച്ചത്. ഇത്തവണ സാഹിത്യകാരനായിട്ടുള്ള MK സാനുവിനാണ് കേരള ജ്യോതി പുരസ്കാരം കിട്ടിയത്. MK സാനുവിനാണ് കേരള ജ്യോതി പുരസ്കാരം കിട്ടിയത്. കേരള പ്രഭ പുരസ്കാരം കിട്ടിയത് 2 വ്യക്തികൾക്കാണ്. ഒന്നാമത്തെ ആള് S സോമനാഥാണ്. നമുക്കറിയാം ISROയുടെ ചെയർമാനാണ് S സോമനാഥ്. സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന വിഭാഗത്തിലാണ് അദ്ദേഹത്തിന് കിട്ടിയത്. മറ്റൊരാള് ഭുവനേശ്വരി അമ്മ, കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആണ് ഭുവനേശ്വരി അമ്മയ്ക്ക് കിട്ടിയത്. അപ്പൊ 2 പേർക്കാണ് കേരള പ്രഭ പുരസ്കാരം കിട്ടിയത്. അടുത്തത് കേരള ശ്രീ പുരസ്കാരം. കേരള ശ്രീ പുരസ്കാരം ഇത്തവണ 6 പേർക്കാണ് കിട്ടിയത്. ഒന്നാമത്തെ ആള് കലാമണ്ഡലം വിമല മേനോൻ എന്ന് പറയുന്നത് മോഹിനിയാട്ടം കലാകാരിയാണ്. രണ്ടാമത്തെ ആള് TK ജയകുമാർ, ആരോഗ്യം, അദ്ദേഹം ഡോക്ടറാണ്, കോട്ടയം മെഡിക്കൽ കോളേജിലെ ഹാർട്ടിന്റെ ഡോക്ടറാണ് TK ജയകുമാർ. 3 നാരായണ ഭട്ടതിരി മാഷ്, കാലിഗ്രഫി നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, വ്യത്യസ്തമായ രീതിയിൽ അക്ഷരങ്ങളെ മെയ്വഴക്കത്തോടു കൂടിയിട്ട്
എന്താ എഴുതി വെക്കുന്ന പല ശൈലികളിൽ അക്ഷരങ്ങൾ എഴുതുന്ന അല്ലെ, ഇതിനാണ് നമ്മൾ കാലിഗ്രഫി എന്ന് പറയും. സോ കാലിഗ്രഫിയാണ് നാരായണ ഭട്ടതിരി മാഷിന്റെ മേഖല. സഞ്ജു സാംസൺ നമുക്കറിയാം കായികം അല്ലെ, കായികമാണ്, ക്രിക്കറ്റ് ആണ് നമുക്കറിയാം. അടുത്തത് ഷൈജ ബേബി. ഷൈജ ബേബി സാമൂഹ്യ സേവനത്തിനാണ് കിട്ടുന്ന ആശാ വർക്കറാണ്. നിങ്ങൾ ആ ഷൈജ ബേബിയെ കുറിച്ചിട്ട് വായിച്ചിട്ടുണ്ടാവും. ഷൈജ ബേബി നമ്മുടെ വയനാട് ദുരന്തം ഉണ്ടാവുന്ന സമയത്ത് മോർച്ചറിയിൽ നിന്നുകൊണ്ട് ഏകദേശം 100-ന് മുകളിൽ ആളുകളെ തിരിച്ചറിഞ്ഞത് ഷൈജ ബേബിയിലൂടെ. മരണപ്പെട്ടു പോയിട്ടുള്ള ആൾക്കാരെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അവരവിടുത്തെ ആശാവർക്കർ ആയതുകൊണ്ട് തന്നെ ആ ഏരിയയിലുള്ള എല്ലാ ആൾക്കാരെയും അവർക്ക് പേഴ്സണലി അറിയാവുന്നത് കൊണ്ടും ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്തത് അവിടുത്തെ പഞ്ചായത്ത് മെമ്പറും അതുപോലെ തന്നെ ഷൈജ ബേബിയും കൂടിയാണ്. 24/7 അവരുടെ സേവനം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഷൈജ ബേബിക്ക് അവാർഡ് കിട്ടിയത്. ഏറ്റവും അവസാനത്തെ വ്യക്തി 6-ാമത്തെ ആള് VK മാത്യൂസ് ആണ്, വ്യവസായം വാണിജ്യം. അപ്പൊ ഇതാണ് 3-ാമത്തെ കേരള പുരസ്കാരങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പത്മ പുരസ്കാരങ്ങൾക്ക് കണ്ടീഷൻ പറയുന്നത് പോലെ തന്നെ കേരള പുരസ്കാരങ്ങൾക്കും സാധാരണഗതിയിൽ കണ്ടീഷൻസ് പറയാറുണ്ട്. സാധാരണഗതിയിൽ കേരളശ്രീ 5 പേർക്കാണ് കൊടുത്തു വന്നിരുന്നത്. പക്ഷെ ഇത്തവണ അത് 6 പേർക്ക് നൽകിയിട്ടുണ്ട്. അപ്പോ ഇത് ആരംഭിച്ച സമയത്ത്, കേരള പുരസ്കാരങ്ങൾ ആരംഭിച്ച സമയത്ത് ഇതിന്റെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേരള ജ്യോതി എന്ന് പറയുന്നത് വർഷത്തിൽ ഒരാൾക്കും, 2-ാമത്തെ പുരസ്കാരമായിട്ടുള്ള കേരള പ്രഭ വർഷത്തിൽ 2 പേർക്കും, 3-ാമത്തെ പുരസ്കാരമായിട്ടുള്ള കേരളശ്രീ 5 പേർക്കുമാണ് നൽകുന്നത് എന്നുള്ള കണ്ടീഷനിലായിരുന്നു. പക്ഷെ ഇത്തവണ കേരള ജ്യോതി ഒരാൾക്കും കേരള പ്രഭ 2 പേർക്കും തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ കേരളശ്രീ 5 പേർക്കല്ല, ഇത്തവണ 6 പേർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു വർഷം 10 പേർക്ക് കൂടുതൽ കൊടുക്കരുത് എന്നുകൂടി ഒരു നിർദ്ദേശം അവർ നൽകുന്നുണ്ട്. ഒരു വർഷത്തിൽ 10 പേർക്ക് കൂടുതൽ കൊടുക്കരുത് എന്നും പറയുന്നു. അപ്പൊ ഇതാണ് ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തുവെച്ചു. അപ്പൊ ഇതാണ് നമ്മുടെ കേരള പുരസ്കാരങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഇൻ ന്യൂസ്. ഈ അടുത്ത സമയത്ത് വാർത്തകളിൽ ഇടം നേടിയിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ. അപ്പൊ എന്തൊക്കെയാണെന്ന് ആദ്യത്തത് നമ്മുടെ ദീപാവലി ആയിരുന്നു കഴിഞ്ഞ ആഴ്ച അല്ലെ. അപ്പൊ ദീപാവലി ആഘോഷങ്ങൾക്ക് പിന്നാലെ ലോകത്തിലെ ഏറ്റവും മലിനീകരണം ഏറ്റവും രൂക്ഷമായ നഗരമായി മാറിയത് ഡൽഹിയാണ്. ഓക്കെ, ദീപാവലി ആഘോഷങ്ങൾക്ക് ആ ഒരു മൊമെന്റിലാണ് കേട്ടോ, അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാമിന് ശേഷം നോക്കിയ സമയത്താണ് ഏറ്റവും കൂടുതൽ, അല്ലാതെ ഡൽഹിയേക്കാൾ കൂടുതൽ വായുമലിനീകരണമുള്ള സ്ഥലങ്ങളുണ്ട്. ഈ ഒരു ദീപാവലി ആഘോഷങ്ങൾക്ക് പിന്നാലെ ആ ഒരു സമയത്തെ കണക്ക് വെച്ചിട്ട് വായുമലിനീകരണം ഏറ്റവും രൂക്ഷമായിട്ടുള്ള നഗരമായിട്ട് മാറിയത് ഏതാണ്? ഡൽഹിയാണ്. അതുപോലെ തന്നെ ഏഷ്യയിലെ ആദ്യ ബുദ്ധിസ്റ്റ് ഉച്ചകോടി, ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബുദ്ധിസ്റ്റ് ഉച്ചകോടി നടന്നതും എവിടെ തന്നെയാണ്? ഡൽഹിയിലാണ് കേട്ടോ. ഡൽഹിയിലാണ് ഏഷ്യയിലെ ആദ്യത്തെ ബുദ്ധിസ്റ്റ് ഉച്ചകോടിക്ക് വേദിയായി. അടുത്തത് നാഗാർജുന സാഗറിൽ നിന്ന് ശ്രീശൈലത്തേക്ക് ക്രൂയിസ് കപ്പൽ സർവീസ് ആരംഭിച്ച സംസ്ഥാനമാണ് തെലങ്കാന. ഇതും പത്രത്തിൽ ഉണ്ടായിരുന്ന ഒരു വാർത്തയാണ് അല്ലെ. നാഗാർജുന സാഗറിൽ നിന്ന് ശ്രീശൈലത്തേക്ക് ക്രൂയിസ് കപ്പൽ ആരംഭിച്ചത് തെലങ്കാനയാണ്. സ്ത്രീകൾക്ക് സൗജന്യ ഗ്യാസ് സിലിണ്ടറുകൾ നൽകാൻ വേണ്ടിയിട്ട് ദീപം എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചത് ആന്ധ്രാപ്രദേശാണ്. എന്താണ് പദ്ധതിയുടെ പേര്? ദീപം. അപ്പൊ സ്ത്രീകൾക്ക് സൗജന്യ ഗ്യാസ് സിലിണ്ടറുകൾ നൽകുന്ന പദ്ധതിയാണ്. പദ്ധതിയുടെ പേര് ദീപം എന്നാണ്. ദീപം ആരംഭിച്ചത് ആന്ധ്രാപ്രദേശ്. അടുത്തത് നമ്മുടെ രാജ്യത്തെ മറ്റൊരു പ്രധാനപ്പെട്ടുള്ള ജലതർക്കം, 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ജലതർക്കമാണ് മഹാനദി ജലതർക്കം. ഇത് നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളാണ് ഛത്തീസ്ഗഡും അതുപോലെ തന്നെ ഒഡീഷയും. ഛത്തീസ്ഗഡ് ഒഡീഷയും തമ്മിലാണ് മഹാനദി ജലതർക്കം ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ സ്റ്റേറ്റിലെ മുഖ്യമന്ത്രിമാരുടെയും കൂടി പേര് ഓർത്ത് വെക്കുക. ഒഡീഷയുടെ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയാണ്. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായിയാണ്. അടുത്തത് ഏറ്റവും കൂടുതൽ GST പിരിച്ചെടുക്കുന്ന സംസ്ഥാനമായിട്ട് കുറെ അധികം നാളുകളായിട്ട് തുടരുന്നത് മഹാരാഷ്ട്രയാണ്. 16% വളർച്ചയോടെ 3930 കോടി രൂപയാണ് കഴിഞ്ഞ മാസം, അതായത് ഒക്ടോബർ മാസത്തിൽ മഹാരാഷ്ട്ര എന്ത് ചെയ്തിട്ടുള്ളത്? പിരിച്ചെടുത്തിട്ടുള്ളത്. അതിന് തൊട്ട് പിന്നിലുള്ള സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് കർണാടക, ഗുജറാത്ത്, തമിഴ്നാട് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളാണ് തൊട്ടു പുറകിലുള്ളത്. ഏറ്റവും കുറവ് GST പിരിച്ചെടുക്കുന്നതായിട്ടുള്ള സംസ്ഥാനം അല്ലെങ്കിൽ UT എന്ന് പറയുന്നത് ലക്ഷദ്വീപിൽ നിന്നാണ് ഏറ്റവും കുറവ് പിരിച്ചെടുത്തത്. അപ്പൊ കുറെ നാളുകളായിട്ട് തുടർച്ചയായിട്ട് മഹാരാഷ്ട്ര തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഏറ്റവും അധികം GST പിരിച്ചെടുക്കുന്ന സംസ്ഥാനമായിട്ട് രാജ്യത്ത് തുടരുന്നു. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് മധ്യപ്രദേശുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. മധ്യപ്രദേശ് സർക്കാർ ഈ അടുത്ത സമയത്ത് സർക്കാർ ജോലികളിൽ വനിതകൾക്ക് 35% സംവരണം ഏർപ്പെടുത്തി. 35%. ഇത് മുൻപ് 33% ആയിരുന്നു.
മുമ്പ് 33%, 33% നിന്ന് 35% ഉയർന്നു. രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് സർക്കാർ ജോലികളിലേക്ക് വനിതകൾക്ക് 35% റിസർവേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ഇത് നമുക്കറിയാം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് മധ്യപ്രദേശം അല്ലെ. അപ്പൊ വനം വകുപ്പിലേക്ക് ഈ 35% സംവരണം ബാധകമല്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് 35% സംവരണം ബാധകമല്ല. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ ഈ 35% സംവരണം ബാധകമാണ്. അപ്പൊ സർക്കാർ ജോലികളിൽ 35% സംവരണം ഏർപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഇനി നമ്മളിപ്പോ സംസ്ഥാനങ്ങൾ പറഞ്ഞതുപോലെ തന്നെ വാർത്തകളിൽ ഇടം നേടിയ രാജ്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ അടുത്തത് ഡിസ്കസ്. കൺട്രീസ് ഇൻ ന്യൂസ്. സോ 2026 വരെ ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ അധ്യക്ഷ പദവി വഹിക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഇപ്പൊ 2026 വരെ ISI ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ അധ്യക്ഷ പദവി വഹിക്കുന്നത് ഇന്ത്യയാണ് കേട്ടോ. ഇന്ത്യയുടെ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി വകുപ്പ് മന്ത്രിയാണ് പ്രഹ്ലാദ് ജോഷിയാണ് ഇന്ത്യയുടെ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത്. അടുത്തത് പലസ്തീൻ ഇസ്രായേൽ ഇഷ്യൂ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അല്ലെ. അപ്പം ലോകത്തിൽ തന്നെ അല്ലെങ്കിൽ പലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അന്താരാഷ്ട്ര ദുരിതാശ്വാസ ഏജൻസിയുടെ പേരാണ് UNRWA. ദ യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക് ഏജൻസി എന്നുള്ളതാണ്. ദ യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക് ഏജൻസി. അപ്പം പലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അന്താരാഷ്ട്ര ദുരിതാശ്വാസ ഏജൻസിയാണ് UNRWA എന്ന് പറയുന്നത്. ഈ സംഘടനയെ നിരോധിച്ച രാജ്യം സ്വാഭാവികമായിട്ടും ഏതായാലും ഇസ്രായേൽ കേട്ടോ. ഇസ്രായേലാണ് ഈ ഒരു സംഘടനയെ നിരോധിച്ചത്. അപ്പൊ അവരുടെ രാജ്യത്ത് നിരോധിച്ച സംഘടനയാണ് UNRWA എന്ന് പറയുന്നത്. പലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടിയുള്ള സംഘടനയാണെന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ പലസ്തീൻ രാഷ്ട്ര രൂപീകരണത്തിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരു അന്താരാഷ്ട്ര യോഗം ഈ അടുത്ത സമയത്ത് ചേർന്നിട്ടുണ്ടായിരുന്നു. അത് ചേർന്നിട്ടുള്ളത് സൗദി അറേബ്യയിലാണ്. ഓക്കെ, പലസ്തീൻ രാഷ്ട്ര രൂപീകരണത്തിന് വേണ്ടിയുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര യോഗം ചേർന്നത് സൗദി അറേബ്യയിലാണ്. ഇനി അടുത്തൊരു ന്യൂസ് ഉണ്ടായിരുന്നത് നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ടാവുന്ന ഒരു ന്യൂസ് ആയിരിക്കും. ഗൂഗിളിന് $20 ഡെസില്യൺ പിഴ ചുമത്തിയ രാജ്യം റഷ്യ. 20 ഡെസില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് 2 എഴുതിയിട്ട് ഒരു 34 പൂജ്യം ഇങ്ങനെ എഴുതിയാൽ ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ 34 പൂജ്യം എഴുതുന്നതിനെയാണ് ഡെസില്യൺ എന്ന് പറയുന്നത് കേട്ടോ. ഡെസില്യൺ അതാണ് 20 ഡെസില്യൺ എന്നാണ് അറിയപ്പെടുന്നത്. 2 എഴുതി കഴിഞ്ഞിട്ട് 34 പൂജ്യം എഴുതുന്നതിനാണ് 20 ഡെസില്യൺ എന്ന് പറയുന്നത്. അപ്പൊ ഇത് റഷ്യയുടെ ചില വാർത്താ ചാനലുകളെ യൂട്യൂബിൽ നിന്ന് ബാൻ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു ഈ ഒരു പിഴ ചുമത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോ ഗൂഗിളിന്റെ മാതൃ കമ്പനി ആയിട്ടുള്ള ആൽഫബറ്റിന്റെ കീഴിലുള്ള യൂട്യൂബിനെതിരെയാണ് റഷ്യയുടെ ഈ ഒരു വിധി വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു തുകയെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, ഇത്രയും ഡോളർ എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള മുഴുവൻ പേരുടെ ആസ്തി എടുത്തു കഴിഞ്ഞാൽ പോലും ഇത്രയും വലിയൊരു തുക ആകില്ല എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അപ്പൊ അത് വാർത്തകളിൽ ഭയങ്കര എന്താ പറയാ പ്രധാനപ്പെട്ട വാർത്തകളായിട്ട് ഉണ്ടായിരുന്നു. ഈ ഒരു നമ്പർ പ്രത്യേകിച്ച് ഓർത്തു വെക്കുക, 20 ഡെസില്യൺ. അടുത്തത് ഈ അടുത്ത സമയത്ത് ഇന്ത്യയെ സൈബർ എതിരാളിയായിട്ട് പ്രഖ്യാപിച്ച രാജ്യമാണ് കാനഡ. ഒരു പരസ്യമായിട്ട് പ്രഖ്യാപിച്ച ഒരു വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ത്യയെ സൈബർ എതിരാളിയായിട്ട് പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? കാനഡയാണ്. അത് പ്രഖ്യാപിക്കാനുള്ള കാരണം അവരുടെ ചില സൈറ്റുകൾ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഹാക്ക് ചെയ്യപ്പെട്ടതിന്റെ പിന്നിൽ ഇന്ത്യയാണെന്നൊക്കെ ആരോപിച്ചുകൊണ്ടൊക്കെ ആയിരുന്നു ഈ ഒരു സൈബർ എതിരാളി, ഇന്ത്യയാണ് ഞങ്ങളുടെ സൈബർ എതിരാളി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസ്താവന കാനഡ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് ഓർത്തു വെക്കുക. അടുത്തൊരു വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്, ഇന്ത്യയുമായിട്ട് അതിർത്തി തർക്കം നിലനിൽക്കുന്ന ലിപുലെ പാസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ലിംബിയാദുര, അതുപോലെ തന്നെ കാലാപാനി തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി 100 രൂപ നോട്ട് പുറത്തിറക്കാൻ തീരുമാനിച്ച രാജ്യമാണ് നേപ്പാൾ. അപ്പോ ലിപുലെ, അതുപോലെ തന്നെ ലിംബിയാദുര, കാലാപാനി തുടങ്ങിയിട്ടുള്ള പ്രദേശം നിങ്ങൾ ഈ മാപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഈ മാപ്പ് നോക്കി, ഇതാണ് ഇന്ത്യയുടെ ബോർഡർ എന്ന് പറയുന്നത് അല്ലെ. ഇവിടെയാണ് ലിംബിയാദുര പാസ്. ഇവിടെയാണ് കാലാപാനി ഉള്ളത്, ഇവിടെയാണ് ലിപുലെ പാസ് ഉള്ളത്. അപ്പോ ഈ പ്രദേശങ്ങളെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നേപ്പാള് അവരുടെ 100 രൂപ നോട്ടില് മാപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ചില തർക്കങ്ങളും വാർത്തകളും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊന്ന് ഓർത്തു വെച്ച് സ്ഥലങ്ങൾ ലിംബിയാദുര,
കലാപ്പാനി കേട്ടോ. അപ്പൊ ഇതാണ് മാപ്പിലെ ആ സ്ഥലങ്ങൾ. ഇതാ ഇവിടെ മാപ്പ് ചെയ്തിട്ടുണ്ട്. ഇതാണ് കാലാപ്പാനി, ഇതാണ് ലിപുലെ, ഇതാണ് ലിംബിയാതുര. അടുത്തത് വിദേശ നാണ്യ കരുതൽ ശേഖരത്തില് 4ാം സ്ഥാനത്തെത്തിയ രാജ്യം ഇന്ത്യ. ഇതിനു മുമ്പ് ഇന്ത്യ 5ാം സ്ഥാനത്തായിരുന്നു. റഷ്യയെ മറികടന്നിട്ടാണ് ഇന്ത്യ 4ാം സ്ഥാനത്തേക്ക് എത്തിയത്. 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ചൈനയാണ്, 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ജപ്പാനാണ്, 3ാം സ്ഥാനത്തുള്ളത് സ്വിറ്റ്സർലൻഡ് ആണ്. അപ്പോൾ വിദേശ നാണ്യ കരുതൽ ശേഖരത്തില് 1ാം സ്ഥാനത്ത് ചൈന, 2 ജപ്പാൻ, 3 സ്വിറ്റ്സർലൻഡ്, 4 ഇന്ത്യ, 5ാമതേതാണ് റഷ്യ. അപ്പൊ റഷ്യ മറികടന്നിട്ടാണ് ഇന്ത്യ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ഇതില് എത്തിയിട്ടുള്ളത്. അടുത്ത് നമ്മൾ പറയുന്നത് പേഴ്സണാലിറ്റീസ് ഇൻ ന്യൂസ്, വാർത്തകളിൽ ഇടം നേടിയിട്ടുള്ള വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസുകൾ. അല്ല, ആദ്യത്തേത് ഒരു വേർപാടാണ്, ഒരു മരണമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ് അദ്ദേഹം, വിവേക് ദെബ്രോവ്. വിവേക് ദെബ്രോവ്. സോ നവംബറിൽ അന്തരിച്ചിട്ടുള്ള സാമ്പത്തിക വിദഗ്ധനും പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതിയുടെ ചെയർമാനുമായിരുന്ന വ്യക്തിയാണ് വിവേക് ദെബ്രോവ്. അപ്പോൾ സാമ്പത്തിക വിദഗ്ധനായിരുന്നു, പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതിയുടെ ചെയർമാൻ ആയിരുന്നു. സാമ്പത്തിക രംഗത്തിന് പുറമെ തന്നെ അദ്ദേഹം സംസ്കൃത പാണ്ഡിത്യമുള്ള ആളായിരുന്നു, ഒരു സംസ്കൃത പണ്ഡിതനായിരുന്നു. 2015 അദ്ദേഹത്തിന് പത്മപുരസ്കാരം, പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാഭാരതം, രാമായണം ഇവ കംപ്ലീറ്റ് ആയിട്ട് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2015 മുതൽ 2019 വരെ നീതി ആയോഗിലെ അംഗമായിരുന്നു അദ്ദേഹം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ റെയിൽവേ ബജറ്റും അതുപോലെ തന്നെ പൊതു ബജറ്റും രണ്ടും രണ്ടായിട്ടാണ് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് അല്ലെ. 2016-17 കാലഘട്ടത്തിലാണ് ഇത് രണ്ടും കൂടി വീണ്ടും ഒരുമിപ്പിക്കുന്നത്. അരുൺ ജെയ്റ്റ്ലിയുടെ സമയത്താണ് അത് രണ്ടും കൂടി വീണ്ടും എന്ത് ചെയ്തിട്ടുള്ളത്, ഒരുമിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അന്ന് വിവേക് ദെബ്രോയ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് റെയിൽവേ ബജറ്റും പൊതു ബജറ്റും വീണ്ടും എന്ത് ചെയ്യുന്നത്, ഒന്നാക്കുന്നത്. ഇപ്പൊ രണ്ടും ഒരു ബജറ്റായിട്ടാണ് അവതരിപ്പിക്കുന്നത്, പണ്ട് 2 ബജറ്റായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം വിവേക് ദെബ്രോയ് ആണ് മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത്. അതായിരുന്നു വാർത്തകൾ ഉണ്ടായിരുന്ന ഒരാള്. മറ്റൊന്ന് ചില നിയമനങ്ങളാണ്. അതിൽ ഒന്നാമത്തെ നിയമനം എന്ന് പറയുന്നത് ഇസ്ട്രാക്ക് അഥവാ ISRO ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്ക്. ഇതിന്റെ ഡയറക്ടറായിട്ട് നിയമിതനായ മലയാളി, നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ആളാണ് AK അനിൽകുമാർ. AK അനിൽകുമാർ ആണ് ഇസ്ട്രാക്കിന്റെ അഥവാ ISRO ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന വിങ്ങിന്റെ ഡയറക്ടറായിട്ട് നിയമിതനായത്. പാരീസ് ആസ്ഥാനമായിട്ടുള്ള ഇന്റർനാഷണൽ ആസ്ട്രോനോട്ടിക്കൽ ഫെഡറേഷന്റെ വൈസ് പ്രസിഡന്റ് ആണ് അദ്ദേഹം. അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രൊജക്ട് ഉണ്ട്, നേത്ര എന്നാണ് ആ പ്രൊജക്ടിന്റെ പേര്. നേത്ര എന്ന് പറഞ്ഞാൽ ഈ ബഹിരാകാശ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്ന ഒരു പദ്ധതിയാണ്. ബഹിരാകാശ പേടകങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്ന ഒരു പദ്ധതിയാണ് നേത്ര എന്ന് പറയുന്നത്. അതിന്റെ പ്രൊജക്ട് ഡയറക്ടർ കൂടിയാണ് ആര്, AK അനിൽകുമാർ. മറ്റൊരു നിയമനം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറി ആയിട്ട് ചുമതലയേറ്റത് രാജേഷ് കുമാർ സിംഗ് ആണ് ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറി ആയിട്ട് ചുമതലയേറ്റത്. ഇനി അടുത്ത വാർത്ത സയൻസ് ആൻഡ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട്. സയൻസ് ആൻഡ് ടെക്നോളജി അല്ലെ ആദ്യത്തെ വാർത്ത. ഹാബ് 1. എന്താണ് ഹാബ് 1? രാജ്യത്തെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ അനലോഗ് ബഹിരാകാശ ദൗത്യമാണ് ഹാബ് 1 എന്ന് പറയുന്നത്. ഇത് സജ്ജീകരിച്ചിട്ടുള്ളത് നമ്മുടെ ലഡാക്കിലെ ലേയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് സജ്ജീകരിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് അനലോഗ് ബഹിരാകാശ ദൗത്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യഥാർത്ഥ ബഹിരാകാശ പര്യവേഷണത്തിന്റെ അവസ്ഥകളും അതുപോലെ തന്നെ അതിന്റെ വെല്ലുവിളികളും അതേ രീതിയിൽ റീക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതേ രീതിയിൽ അനുകരിച്ചിട്ട് ഭൂമിയിൽ നടത്തുന്ന പഠനങ്ങളെയാണ് നമ്മൾ അനലോഗ് ബഹിരാകാശ ദൗത്യങ്ങൾ എന്ന് പറയാറുള്ളത്. ഓക്കെ, അതായത് വിക്ഷേപിക്കുന്നില്ല, ആ ബഹിരാകാശത്ത് പരീക്ഷണത്തിനിടയിൽ ഉണ്ടാവുന്ന എല്ലാ വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും അവസ്ഥകളും വെല്ലുവിളികളും അതേ രീതിയിൽ ഭൂമിയിൽ റീക്രിയേറ്റ് ചെയ്തുകൊണ്ട് നടത്തുന്ന പഠനങ്ങളെയാണ് നമ്മൾ അനലോഗ് ബഹിരാകാശ ദൗത്യം എന്ന് പറയും. അപ്പൊ ഇത് സ്ഥാപിച്ചിട്ടുള്ളത് ലേയിലാണ്. പ്രൊജക്ടിന്റെ പേര് ഹാബ് 1 എന്നാണ് കേട്ടോ. അപ്പൊ ചന്ദ്രൻ, ചൊവ്വ, അതുപോലെ തന്നെ ചെറിയ ഗ്രഹങ്ങൾ തുടങ്ങിയ ലക്ഷ്യസ്ഥാനങ്ങളിലേക്കുള്ള ദൗത്യങ്ങളിൽ ബഹിരാകാശ യാത്രികർ അനുഭവിക്കുന്നതായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളെ പകർത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള അനലോഗ് ബഹിരാകാശ ദൗത്യങ്ങൾ സെറ്റ് ചെയ്യാറുള്ളത്. അപ്പം ഹാബ് 1 ഓർത്തു. അടുത്ത നമ്മുടെ പ്രൊജക്ട് അടുത്ത മാസം വിക്ഷേപിക്കാനായിട്ട് പോകുന്ന ഒരു പ്രൊജക്റ്റാണ് പ്രോബ 3 എന്നാണ് പ്രൊജക്ട്. പ്രോബ 3 ISRO മാത്രമല്ല, ISROയുടെ കൂടെ യൂറോപ്യൻ സ്പേസ് ഏജൻസി കൂടി ഈ ഒരു സൗര പഠനത്തിന്റെ ഭാഗമാണ്. സൂര്യനെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. വിക്ഷേപണ വാഹനം PSLV XL ആണ്. ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിക്കുന്നത്. അപ്പോൾ
കൊറോണയെ കുറിച്ചിട്ട് പഠിക്കുക, സൂര്യന്റെ കൊറോണയെ കുറിച്ചിട്ട് പഠിക്കുക എന്നുള്ളതാണ് പ്രോബ 3യുടെ പ്രത്യേകത. അപ്പൊ സാധാരണഗതിയിൽ സൂര്യഗ്രഹണ സമയത്ത് മാത്രമാണ് ഈ കൊറോണയെ കുറിച്ചുള്ള പഠനം സാധാരണഗതിയിൽ സാധ്യമാവുകയുള്ളൂ. എന്നാൽ കൃത്രിമമായിട്ട് സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യന്റെ കൊറോണയെ കുറിച്ചിട്ട് പഠിക്കുകയാണ് എന്ത് ചെയ്യുന്നത്, പ്രോബ 3 ചെയ്യുന്നത്. അപ്പോൾ പ്രോബ 3യുടെ ദൗത്യത്തിൽ 2 പേടകങ്ങളുണ്ട്. ആ പേടകങ്ങൾ ഉപയോഗിച്ച് കൃത്രിമമായിട്ടൊരു സൂര്യഗ്രഹണം ഉണ്ടാക്കി അതിനുശേഷമാണ് പഠനം നടത്തുന്നത്. ഞാൻ പറഞ്ഞു ISRO മാത്രമല്ല, ISROയുടെ കൂടെ തന്നെ യൂറോപ്യൻ സ്പേസ് ഏജൻസി കൂടി ഇതിന്റെ കൂടെ ഭാഗമാകുന്നുണ്ട്. 14 യൂറോപ്യൻ രാജ്യങ്ങളുടെ സഹകരണത്തോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രൊജക്ട് ഉണ്ടാക്കുന്നത്. പേര് ഓർത്ത് നോക്കുക, പ്രോബ 3. അടുത്ത പ്രൊജക്ട് എന്ന് പറയുന്നത് ഒരു മിസൈലിന്റെ പരീക്ഷണമായിരുന്നു. ആ മിസൈലിന്റെ പേര് ഫാസോങ് 19 എന്നാണ്. ഫാസോങ് 19 ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ട്, നിലവിലുള്ളതിൽ ഏറ്റവും ശക്തമായിട്ടുള്ള മിസൈലാണ് ഹാസോങ് 19 എന്ന് പറയുന്നത്. ഒരു ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലാണ്. ഭൂഖണ്ഡാന്തര മിസൈലുകളാണ് ഹാസോങ് 19 എന്ന് പറയുന്നത്. ഇത് വിജയകരമായി പരീക്ഷിച്ച രാജ്യം ഉത്തര കൊറിയയാണ്. നോർത്ത് കൊറിയയാണ് വിജയകരമായി പരീക്ഷിച്ചത്. അതുപോലെ തന്നെ മറ്റൊരു ന്യൂസ്, റഷ്യ ഈ അടുത്ത സമയത്ത് ഇറാന്റെ 2 ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നിന്റെ പേര് കൗസർ എന്നാണ്, മറ്റൊന്ന് ഹോഡോഡ് എന്നാണ്. കൗസറും ഹോഡോഡ് ഈ 2 ഉപഗ്രഹങ്ങളും ഇറാന്റെ ഉപഗ്രഹങ്ങളാണ്. പക്ഷെ അത് വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത് റഷ്യയാണ്. സൂയസ് എന്ന് പറയുന്ന റോക്കറ്റിലാണ് അത് വിക്ഷേപിച്ചിട്ടുണ്ടായത്. സൂയസ് റോക്കറ്റിലാണ് വിക്ഷേപിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ടിട്ടുള്ള വാർത്ത, ലോകത്തിലെ തന്നെ ആദ്യമായിട്ട് തടി കൊണ്ടുള്ള സാറ്റലൈറ്റ് വിക്ഷേപിച്ച രാജ്യമാണ് ജപ്പാൻ. ആ സാറ്റലൈറ്റിന്റെ പേര് ലിഗ്നോസാറ്റ് എന്നാണ്. ലിഗ്നോസാറ്റ് ലോകത്തിൽ തന്നെ ആദ്യമായിട്ടാണ് തടി കൊണ്ട് ഒരു സാറ്റലൈറ്റ്, തടി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു സാറ്റലൈറ്റ് വിക്ഷേപിക്കുന്നത്. ആ സാറ്റലൈറ്റിന്റെ പേര് ലിഗ്നോസാറ്റ് എന്നാണ്. വിക്ഷേപിച്ച രാജ്യം എന്ന് പറയുന്നത് ജപ്പാനാണ്. ജപ്പാനിലെ ക്യോട്ടോ സർവകലാശാലയും സുമിട്ടോമോ ഫോറസ്ട്രി എന്ന് പറയുന്ന കമ്പനിയും കൂടി ചേർന്നിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്, നിർമ്മിച്ചിട്ടുള്ളത്. അപ്പം മരം കൊണ്ടാണ് അല്ലെങ്കിൽ തടി കൊണ്ടാണെന്ന് പറഞ്ഞു. എന്ത് തടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജപ്പാനിലൊക്കെ കാണുന്ന ഹിനോക്കി എന്ന് പറയുന്ന മരത്തിന്റെ തടി ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു മരം ഉപയോഗിച്ചിട്ടാണ് ഈ ഉപഗ്രഹം നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഉപഗ്രഹത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് ഈ ഉപഗ്രഹത്തിൽ എവിടെയും എന്ത് ചെയ്തിട്ടില്ല, സ്ക്രൂ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഇതും കംപ്ലീറ്റ് ഈ ഉപഗ്രഹം പശ ഉപയോഗിച്ച് ഒട്ടിച്ച് ചേർത്തുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഒരു സ്ഥലത്ത് പോലും തടികൾ തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്ക്രൂ ഉപയോഗിച്ചിട്ടല്ല, ഇതെല്ലാം കംപ്ലീറ്റ് പശ ഉപയോഗിച്ചുകൊണ്ട് ഒട്ടിച്ച് ചേർത്തിട്ടാണ് ഇത് വിക്ഷേപിച്ചിട്ടുള്ളത്. അപ്പൊ ഓർത്ത് വെക്കുക, സാറ്റലൈറ്റിന്റെ പേര് ലിഗ്നോസാറ്റ്. ലോകത്തിലെ തടി കൊണ്ടുള്ള ആദ്യത്തെ സാറ്റലൈറ്റ് ആണ്. വിക്ഷേപിച്ച രാജ്യം എന്ന് പറയുന്നത് ജപ്പാൻ. ഓക്കെ, അടുത്തത് ലോകത്തിലെ ആദ്യത്തെ ആർട്ടിസ്റ്റ് റോബോട്ട്. ആർട്ടിസ്റ്റ് റോബോട്ടിന്റെ പേര് എയ്ഡ എന്നാണ്. എയ്ഡ എന്നാണ് ലോകത്തിലെ ആദ്യത്തെ ആർട്ടിസ്റ്റിക് റോബോട്ടിന്റെ പേര്. നമ്മൾ പല റോബോട്ടുകൾ അല്ലെ, ടെക്നോളജി വന്നതിന് ശേഷം ധാരാളം രീതിയിലുള്ള റോബോട്ടിക് നമ്മൾ കാണുന്നുണ്ട്. ഇതിൽ ആദ്യത്തെ ആർട്ടിസ്റ്റ് റോബോട്ടാണ് എയ്ഡ എന്ന് പറയുന്നത്. എയ്ഡ ഈ അടുത്ത സമയത്ത് നമ്മുടെ അലൻ ട്യൂറിംഗ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്റെ ഒരു ഛായാചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം അത് വിറ്റുപോയത് $1.08 മില്യൺ. അതായത് ഇന്ത്യൻ രൂപ കണക്കാക്കുന്ന സമയത്ത് ഏകദേശം 9.1 crore ഇന്ത്യൻ റുപ്പിക്കാണ് ആ ഒരു എയ്ഡ വരച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഛായാചിത്രം വിറ്റുപോയത്. അപ്പൊ ഈ ചിത്രത്തിന് 2.2 മീറ്റർ ആണ് നീളമുള്ളത്. അതിൽ AI ഗോഡ് എന്നാണ് ആ ചിത്രത്തിന് പേര് കൊടുത്തത്. AI ഗോഡ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗോഡ്. AI ഗോഡ് എന്നാണ് ആ ചിത്രത്തിന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, പേര് കൊടുത്തിരുന്നത്. അതുപോലെ മറ്റൊരു വാർത്ത കൂടി, 2024 വാക്ക് വേർഡ് ഓഫ് ദ ഇയർ ആയിട്ട് കോളിൻസ് നിഘണ്ടു തെരഞ്ഞെടുത്തത് ബ്രാറ്റ് ആണ്. BRAT, ബ്രാറ്റ്. നമുക്കറിയാം ഈ അടുത്ത സമയത്ത് ഇംഗ്ലീഷ് ഗായികയായിട്ടുള്ള ചാർലി എക്സിന്റെ 2024 ജൂണിൽ പുറത്തിറങ്ങിയ ബ്രാറ്റ് എന്ന് പറയുന്ന ഒരു ആൽബം ഭയങ്കര ഹിറ്റായിരുന്നു അല്ലെ, ലോകമെമ്പാടും ഭയങ്കര ഹിറ്റായിട്ടുള്ള ഒരു ആൽബമായിരുന്നു ബ്രാറ്റ്. അപ്പൊ ആ ഒരു വാക്കാണ് ഈ തവണ കോളിൻസ് ഡിക്ഷണറി തെരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പൊ ബ്രാറ്റ് എന്തിനാണ് സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആത്മവിശ്വാസമുള്ളതും അതുപോലെ തന്നെ സ്വതന്ത്രവും സുഖസന്തോഷങ്ങൾ ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ഒരു സമീപനത്തിനെയാണ് നമ്മൾ പൊതുവിൽ ബ്രാറ്റ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആത്മവിശ്വാസമുള്ളതും സ്വതന്ത്രവും സുഖസന്തോഷങ്ങൾ ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ഒരു സമീപനത്തെയാണ് ബ്രാറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ 2024 ബ്രാറ്റ് തിരഞ്ഞെടുത്തത്. 2023 വേർഡ് എന്ന് പറയുന്നത് AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ളതായിരുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട ഒരു വാക്കായിരിക്കും അല്ലെ. അപ്പോൾ 2023 വേർഡ് എന്ന് പറയുന്നത് AI ആയിരുന്നു. 2024 ബ്രാറ്റ്. ഇനി അടുത്ത ഒരു മേഖല എന്ന് പറയുന്നത് റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ചില വേർഡിക്സ്, ചില വിധികൾ, സുപ്രീം കോടതി, ഹൈക്കോടതി പോലെയുള്ള ചില പ്രധാനപ്പെട്ട ഇന്ത്യയിൽ വന്നിട്ടുള്ള ചില വിധികൾ. അതിൽ ഒന്നാമത്തത് സുപ്രീം കോടതിയുടെ ഒരു വിധിയാണ്. ആ വിധി ഇങ്ങനെയാണ് പറയുന്നത്,
പൊതു നന്മയുടെ പേരിൽ എല്ലാ സ്വകാര്യ സ്വത്തുക്കളും സർക്കാരിന് ഏറ്റെടുക്കാനാവില്ല എന്ന് സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 39B പറയുന്നത് സമൂഹത്തിന്റെ ഭൗതിക വിഭവങ്ങളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും പൊതു നന്മയ്ക്ക് ഏറ്റവും ഉതകുന്ന രീതിയിൽ എല്ലാവർക്കുമായിട്ട് വിതരണം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പൊതു നന്മയുടെ പേരിൽ എല്ലാ സ്വകാര്യ സ്വത്തുക്കളും സർക്കാരിന് ഏറ്റെടുക്കാനാവില്ലെന്ന് ആണ് സുപ്രീം കോടതിയുടെ വിധി വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനു മുമ്പ് ഇതുമായിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കേസ് ഉണ്ടാകുന്നത് ഒരു 30 വർഷങ്ങൾക്ക് മുമ്പാണ്. 30 വർഷങ്ങൾക്ക് ശേഷമാണ് ഇതിൽ വിധി പ്രഖ്യാപിച്ചത്. അപ്പൊ ഇതിനു മുമ്പ് 1978 രംഗനാഥ റെഡ്ഡി കേസ് എന്ന് പറയുന്ന ഒരു കേസ് ഉണ്ടായിരുന്നു. അതില് ജസ്റ്റിസ് VR കൃഷ്ണയ്യരും അതുപോലെ തന്നെ 1982 സഞ്ജീവ് കോക്ക് കേസ് എന്ന് പറയുന്ന ഒരു കേസില് ജസ്റ്റിസ് ചിന്നപ്പ റെഡ്ഡിയും പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്വകാര്യ നന്മയുടെ പേരിൽ എല്ലാ സ്വകാര്യ സ്വത്തുക്കൾക്കും പൊതു നന്മയുടെ പേരിൽ എല്ലാ സ്വകാര്യ സ്വത്തുക്കൾക്കും സർക്കാർ ഏറ്റെടുക്കാമെന്നുള്ളതായിരുന്നു ഈ രണ്ട് കേസിലെയും വിധി. രംഗനാഥ റെഡ്ഡി കേസിലെയും സഞ്ജീവ് കോക്ക് കേസിലെയും വിധി അങ്ങനെയായിരുന്നു. പക്ഷേങ്കിൽ ഈ ഉത്തരവുകളോട് വിയോജിച്ചുകൊണ്ടാണ് DY ചന്ദ്രചൂഡ്, ചീഫ് ജസ്റ്റിസ് GY ചന്ദ്രചൂഡ് ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പ് പ്രഖ്യാപിച്ചതാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ ബെഞ്ചിന്റെ ഭൂരിപക്ഷ വിധിയിലാണ്, 7-2 എന്നുള്ള ഭൂരിപക്ഷ വിധിയിലാണ് ഒരാൾ നിഷ്പക്ഷനായിട്ട് ഒരു പ്രത്യേക വിധി എഴുതുകയും ഒരാൾ ഇതിനോട് സപ്പോർട്ട് ചെയ്യുകയും 7 പേര് ഇതിനോട് വിയോജിക്കുകയുമാണ് ചെയ്തത്. 7-2 എന്നുള്ള ഇതിലാണ് എന്ത് ചെയ്തത്, ഈ ഒരു വിധി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 39B ഓർത്തുകൊള്ളുക, സമൂഹത്തിന്റെ ഭൗതിക വിഭവങ്ങൾ അതിന്റെ ഉടമസ്ഥതയും നിയന്ത്രണവും പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഉതകുന്ന രീതിയിൽ വിതരണം ചെയ്യും. അപ്പോ DY ചന്ദ്രചൂഡിന്റെ വിധിയിൽ വന്നിട്ടുള്ളത് എല്ലാ സ്വകാര്യ സ്വത്തുക്കളും ആർട്ടിക്കിൾ 39B പരിധിയിൽ വരില്ല. അതുപോലെ തന്നെ പൊതു നന്മയുടെ പേരിൽ ഈ പറയുന്ന എല്ലാ സ്വകാര്യ സ്വത്തുക്കളും ഏറ്റെടുക്കാനും പറ്റില്ല എന്നുള്ള വിധിയാണ് വന്നിട്ടുണ്ടായത്. അപ്പൊ ഈ ആർട്ടിക്കിൾ 1 ഓർത്ത് വെച്ചത് കേട്ടോ. അടുത്ത വിധി എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ തന്നെ മറ്റൊരു വിധിയാണ്. ജനന തീയതി കണക്കാക്കാൻ വേണ്ടിയിട്ട് ആധാറിനെ ആശ്രയിക്കാനാവില്ല എന്നുള്ളൊരു വിധി വന്നിട്ടുണ്ട്. അപ്പൊ മരിച്ചയാളുടെ പ്രായം, ഒരാൾ മരിച്ചുപോയി, അദ്ദേഹത്തിന്റെ പ്രായം കണക്കാക്കാനായിട്ട് ആധാറിന് ഉപയോഗിക്കാൻ പാടില്ല. അദ്ദേഹത്തിന്റെ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ജനന തീയതിയാണ് ആധികാരികമായി സ്വീകരിക്കുന്നതെന്ന് ജസ്റ്റിസ് സഞ്ജയ് കരോൾ അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം അതിന്റെ 94-ാം വകുപ്പിൽ പറഞ്ഞിട്ടുള്ളത് സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റിലെ ജനനത്തീയതിയാണ് നിയമപരമായിട്ട് അംഗീകരിക്കേണ്ടത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഒരു വിധി വന്നിട്ടുള്ളത്. ജനനത്തീയതി കണക്കാക്കാനുള്ള തെളിവായിട്ട് ആധാറിനെ ആശ്രയിക്കാൻ പറ്റില്ല. അടുത്തൊരു വിധി വന്നിട്ടുള്ളത് കേരള ഹൈക്കോടതിയുടെ ഒരു വിധിയാണ്. അത് നിയമപരമായിട്ട് വിവാഹിതരല്ലെങ്കിൽ സ്ത്രീയുടെ പരാതിയിൽ പങ്കാളിക്കോ ബന്ധുക്കൾക്കോ എതിരെ ഗാർഹിക പീഡന കുറ്റം നിലനിൽക്കില്ല എന്ന് പ്രഖ്യാപിച്ചത് കേരള ഹൈക്കോടതിയാണ്. നിയമപരമായിട്ട് വിവാഹിതരല്ല, പക്ഷെങ്കിൽ പങ്കാളിക്കെതിരെ സ്ത്രീ പരാതി കൊടുത്തു കഴിഞ്ഞാൽ, ഗാർഹിക പീഡന കുറ്റത്തിലൂടെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് നിലനിൽക്കില്ല. അവർ നിയമപരമായിട്ട് ലീഗലി അവര് മാരീഡ് ആയിരിക്കണം, അല്ലെങ്കിൽ സ്ത്രീയുടെ പരാതിയിൽ പങ്കാളിക്കോ ബന്ധുക്കൾക്കോ എതിരെ കുറ്റം ഗാർഹിക പീഡന കുറ്റം നിലനിൽക്കില്ല എന്ന് പ്രഖ്യാപിച്ചത് ഹൈക്കോടതി, കേരള ഹൈക്കോടതി. അടുത്ത സുപ്രീം കോടതിയുടെ 3 പുസ്തകങ്ങൾ ചീഫ് ജസ്റ്റിസ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ആ പുസ്തകങ്ങളുടെ പേരുകൾ ഇങ്ങനെയാണ്. നിങ്ങൾ വലിയ പേരുകളാണ്, അത് ആദ്യത്തെ ടൈമെങ്കിലും പഠിച്ചു വെക്കുക. ആദ്യത്തെ പുസ്തകം ജസ്റ്റിസ് ഫോർ നേഷൻ, റിഫ്ലക്ഷൻസ് ഓൺ 75 years ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. ജസ്റ്റിസ് ഫോർ നേഷൻ, റിഫ്ലക്ഷൻസ് ഓൺ 75 years ഓഫ് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. അടുത്ത പ്രിസൺസ് ഇൻ ഇന്ത്യ, മാപ്പിംഗ് പ്രിസൺസ് മാനുവൽ ആൻഡ് മെഷേഴ്സ് ഫോർ റിമോവേഷൻ ആൻഡ് റെക്കഗ്നിഷൻ എന്നുള്ളതാണ് പ്രിസൺസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. അടുത്തത് ലീഗൽ എയ്ഡ് ത്രൂ ലോ സ്കൂൾസ്, എ റിപ്പോർട്ട് ഓൺ വർക്കിംഗ് ഓഫ് ലീഗൽ എയ്ഡ് സെൽസ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. അപ്പൊ ഈ 3 പേരുകൾ ഓർക്കുക: ജസ്റ്റിസ് ഫോർ നേഷൻ, പ്രിസൺസ് ഇൻ ഇന്ത്യ, ലീഗൽ എയ്ഡ് ത്രൂ ലോ സ്കൂൾസ്. ഇത് 3ഉം സുപ്രീം കോടതിയുടെ ഒഫീഷ്യൽ പുസ്തകങ്ങളാണ്. 3ഉം എന്ത് ചെയ്തിട്ടുണ്ട്, പുറത്തിറക്കിയിട്ടുണ്ട്. അടുത്ത നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് സംസ്ഥാന കേരള സ്കൂൾ കായികമേള. 66ാമത് സ്കൂൾ കായികമേളയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. 2024 സ്കൂൾ കായികമേള എന്നത് 66ാമത് സ്കൂൾ കായികമേളയാണ്. 66ാമത് സ്കൂൾ കായികമേളയാണ് 2024 നടന്നത്. വേദിയായിട്ടുണ്ടായിരുന്നത് കൊച്ചിയാണ്. ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ചരിത്രത്തിൽ ആദ്യമായി ഒളിമ്പിക്സ് മാതൃകയിൽ നടത്തുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയാണ് ഇത്തവണ നടന്നത്. ആദ്യമായിട്ടാണ് ഒളിമ്പിക്സിന്റെ മാതൃകയിൽ ഒരു സ്കൂൾ കായികമേള നടത്തുന്നത്. അത് ഇത്തവണയാണ്. അത് മാത്രമല്ല, രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന സ്പോർട്സ് മീറ്റ്
ഒളിമ്പിക്സ് മാതൃകയിൽ നടത്തുന്നത് അത് കേരളമാണ്. ഇത്തവണത്തെ സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നത് നമ്മുടെ PR ശ്രീജേഷ് ആണ്. വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത്. മമ്മൂക്കയാണ് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. മേളയുടെ ഭാഗ്യചിഹ്നം തക്കുടു എന്ന അണ്ണാറക്കണ്ണൻ, ഓർത്തു നോക്കുക, തക്കുടു എന്ന അണ്ണാറക്കണ്ണനാണ് ഇത്തവണത്തെ മേളയുടെ ഭാഗ്യചിഹ്നമായിട്ടുള്ളത്. ആ ഭാഗ്യചിഹ്നം രൂപകൽപ്പന ചെയ്തത് വിനോജ് സുരേന്ദ്രനാണ്. ഗവൺമെന്റ് സർവീസിലുള്ള ആളാണ്. വിനോജ് സുരേന്ദ്രനാണ് ആ ഭാഗ്യചിഹ്നം രൂപകൽപ്പന ചെയ്തത്. ഇത്തവണ സ്കൂൾ കായികമേളയിലെ ആദ്യത്തെ സ്വർണം നേടിയത് തിരുവനന്തപുരമാണ്. മിക്സഡ് സ്റ്റാൻഡിംഗ് ജമ്പിലാണ് അവര് സ്വർണം നേടിയത്. ആദ്യത്തെ മെഡൽ എന്ന് പറയുന്നത് മിക്സഡ് സ്റ്റാൻഡിംഗ് ജമ്പില് തിരുവനന്തപുരം നേടിയ മെഡലാണ് ഇത്തവണത്തെ ആദ്യത്തെ മെഡൽ എന്ന് പറയുന്നത്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്നാമത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒളിമ്പിക്സ് മാതൃകയിൽ നടത്തുന്ന ആദ്യത്തെ സ്കൂൾ സ്പോർട്സ് മീറ്റ് ആണ്. രണ്ടാമത്തെ പ്രത്യേകത, രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് സംസ്ഥാനം ഒളിമ്പിക്സ് മാതൃകയിൽ സ്പോർട്സ് മീറ്റ് നടത്തുന്നത്. മൂന്നാമത്തത്, ഇത്തവണ ഇൻക്ലൂസീവ് സ്പോർട്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സവിശേഷ പരിഗണന അർഹിക്കുന്ന കുട്ടികളെ കൂടി പങ്കെടുപ്പിക്കുന്ന ഇൻക്ലൂസീവ് സ്പോർട്സ് ഉൾപ്പെടുത്തുന്നു. അതായത് ഇപ്പൊ ഒരു ഫുട്ബോൾ ടീമിൽ 11 പേരാണെന്നുണ്ടെങ്കിൽ 10 പേര് കുട്ടികളും ഒരാള് ഈ പറയുന്ന പോലെ സവിശേഷമായിട്ടുള്ള പരിഗണന അർഹിക്കുന്ന ഒരു കുട്ടി. ആ ഒരു രീതിയിലാണ് ടീം ഇനങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇൻക്ലൂസീവ് സ്പോർട്സ്. അപ്പൊ ഈ സവിശേഷ പരിഗണന അർഹിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ അർഹിക്കപ്പെടുന്നതായിട്ടുള്ള കുട്ടികളെ കൂടി ഒരു ടീമിന്റെ ഭാഗമാകും. ബാക്കിയുള്ളവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കുട്ടികളും ഈ പരിഗണന അർഹിക്കുന്ന കുട്ടികളെ ഒരു ടീമിൽ ഒരാളായിട്ട് പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇൻക്ലൂസീവ് സ്പോർട്സ് എന്ന് പറയുന്ന ഇവന്റ് എന്ത് ചെയ്തിട്ടുള്ളത്, ആടിയിട്ടുള്ളത്. അതുപോലെ നമുക്കറിയാം ജില്ലാടിസ്ഥാനത്തിലാണ് സാധാരണഗതിയിൽ മത്സരങ്ങൾ നടത്താറുള്ളത് അല്ലെ. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 1, 2, 3, 4 അങ്ങനെ 14 ഇതിലാണ് മത്സരിക്കുന്നത്. ഇത്തവണ 15 ടീമുകളാണ് ഉണ്ടാകുന്നത്. 15ാമത്തെ ടീമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ പല കുട്ടികളും മറ്റ് രാജ്യങ്ങളിൽ കേരള സിലബസിൽ പഠിക്കുന്നുണ്ട് അല്ലെ. മറ്റ് രാജ്യങ്ങളിൽ പഠിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിൽ ഒത്തിരി കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഒരു ടീമാണ് 15ാമതായിട്ട് ഉണ്ടായിരുന്നത് എന്ന് ഓർത്തു കേട്ടോ. അടുത്തത്, ഇത്തവണത്തെ മേളയില് ഇതാണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നതാണ് തക്കുടു അണ്ണാർക്കണ്ണനാണ്. ഇദ്ദേഹമായിരുന്നു ഇത്തവണത്തെ മേളയുടെ നമ്മുടെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തവണത്തെ 2024 സംസ്ഥാന സ്കൂൾ കായികമേളയുടെ CM എവറോളിംഗ് ട്രോഫി, ചീഫ് മിനിസ്റ്റേഴ്സ് എവറോളിംഗ് ട്രോഫി അല്ലെങ്കിൽ ഓവറോൾ കിരീടം നേടിയത് തിരുവനന്തപുരമാണ്. ഏറെക്കാലമായിട്ട് പാലക്കാടിന്റെ എറണാകുളത്തിന്റെയും ഒക്കെ കുത്തകയായിരുന്ന ഒന്നാണ്. ഇത്തവണ ഈ ഒളിമ്പിക്സ് മാതൃകയിൽ വന്ന സമയത്ത് കുറെ അധികം മാറ്റങ്ങൾ, പോയിന്റിങ്ങിലും കാര്യങ്ങളും അതുപോലെ തന്നെ ഗെയിംസ് കുറെ കാര്യങ്ങൾ ആഡ് ചെയ്യൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് തലസ്ഥാന നഗരി എന്ത് ചെയ്തിട്ടുള്ളത്, ഒന്നാമതെത്തിയിട്ടുള്ളത് തിരുവനന്തപുരം. സാധാരണഗതിയിൽ പാലക്കാടിന്റെയും അതുപോലെ തന്നെ എറണാകുളത്തിന്റെയും മലപ്പുറത്തിന്റെയും ഒക്കെ തൊട്ട് പുറയിലായിട്ട് 4ാമതൊക്കെ ആയിട്ടായിരുന്നു തിരുവനന്തപുരം ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തിരുവനന്തപുരത്തിന് ഏറ്റവും കൂടുതൽ മെഡൽ നേടിക്കൊടുക്കാൻ സഹായിച്ചിട്ടുള്ളത് നീന്തൽ പോലെയുള്ള ഇനങ്ങളാണ്. ഒത്തിരി മെഡലുകൾ അവർക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത്തവണത്തെ എവറോളിംഗ് ട്രോഫി നേടിയത് തിരുവനന്തപുരമാണ്. 2ാം സ്ഥാനത്തെത്തിയത് തൃശ്ശൂരും 3ാം സ്ഥാനത്തെത്തിയത് മലപ്പുറവുമാണ്. ഓക്കെ, 2024 സ്കൂൾ കായികമേളയിലെ ഓവറോൾ ചാമ്പ്യന്മാരും തിരുവനന്തപുരവും, 2ാം സ്ഥാനത്ത് തൃശ്ശൂരും, 3ാം സ്ഥാനത്ത് മലപ്പുറവുമാണ്. ഇനി അത്ലറ്റിക് വിഭാഗം മാത്രം നോക്കുകയാണെങ്കിൽ അത്ലറ്റിക്സിൽ മലപ്പുറമായിരുന്നു കിരീടം നേടിയിട്ടുണ്ടായിരുന്ന. ഗെയിംസ് ഇനത്തിലാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരമാണ് കിരീടം നേടിയത്. ഇത് ഓർത്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഈ ഒരു 3 കാര്യങ്ങൾ, തിരുവനന്തപുരം, തൃശ്ശൂർ, മലപ്പുറം എന്നുള്ളത് ഓർത്തു. അടുത്തത് നമ്മുടെ ഒരു ഇന്റർനാഷണൽ ഇവന്റ് ആണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഓർത്തു വെക്കേണ്ട കാര്യം, ഒന്ന്, ഒളിമ്പിക്സ് മാതൃകയിൽ നടത്തുന്ന രാജ്യത്ത് തന്നെ ആദ്യം ഇൻക്ലൂസീവ് സ്പോർട്സ്, വിദേശ വിദ്യാർത്ഥികളുടെ ടീം, ഇതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് ഓർത്തു വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമ്മുടെ അടുത്ത വാർത്ത എന്ന് പറയുന്നത് അമേരിക്കയിലെ ഇലക്ഷൻ ആണ് അല്ലെ. 2024 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ആണ്. നമുക്കറിയാം ഡൊണാൾഡ് ട്രംപ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. 47ാമത്തെ പ്രസിഡന്റ് ആയിട്ടാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ട്രംപിന്റെ 2ാമത്തെ ഊഴമാണ് അല്ലെ, നമുക്കറിയാം. സോ അമേരിക്കയില് ആ ഇലക്ടറൽ വോട്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത് 538ആണ്. ഇതിനകത്ത് വിജയിക്കാനായിട്ട് വേണ്ടത് 270. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് 47ാമത്തെ പ്രസിഡന്റ് ആയി. റിപ്പബ്ലിക്കൻ പാർട്ടിനെയാണ് അദ്ദേഹം പ്രതിനിധീകരിക്കും, നമുക്കറിയാം അല്ലെ. അദ്ദേഹം പരാജയപ്പെടുത്തിയത് കമലാ ഹാരിസിനെയാണ്. ഏത് പാർട്ടി? ഡെമോക്രാറ്റിക് പാർട്ടി അല്ലെ. ഈ പാർട്ടികളുടെ ചിഹ്നം നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലെ. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ചിഹ്നം ആനയാണ്. ആനയുടെ ഇതിൽ ഒരു 3 സ്റ്റാറുകൾ ഉള്ളതാണ്, 3 നക്ഷത്രങ്ങളുള്ളതാണ് റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന് പറയുന്നത്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ചിഹ്നം എന്ന് പറയുന്നത് കഴുതയാണ് അല്ലെ. കഴുതയില് 4 സ്റ്റാറുകളുള്ള ഒരു കഴുതയാണ്. മുകളിൽ നീലയും താഴെ ചുവപ്പുമായിട്ടുള്ള കളറുകളിലാണ് അതുള്ളത്. അപ്പോൾ കഴുതയാണ് കമലാ ഹാരിസിന് അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ചിഹ്നം എന്ന് പറയുന്നത്. ട്രംപ് വീണ്ടും പ്രസിഡന്റ് ആകുമ്പോൾ ഉണ്ടാവുന്ന 1-2 പ്രത്യേകതകൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ പ്രത്യേകത, അമേരിക്കയുടെ പ്രസിഡന്റ് പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്.
അമേരിക്കയുടെ പ്രസിഡന്റ് പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. രണ്ടാമത്തെ പ്രത്യേകത, പരാജയപ്പെട്ടതിന് ശേഷം വീണ്ടും മത്സരിച്ച് വിജയിക്കുന്ന അമേരിക്കയുടെ രണ്ടാമത്തെ പ്രസിഡന്റാണ്. ഇതിനു മുമ്പ് 1892 ഗ്രോവർ ക്ലെവ്ലാൻഡ് എന്ന് പറയുന്ന അദ്ദേഹമാണ് ഇതിനു മുമ്പ് പരാജയപ്പെട്ടതിന് ശേഷം വീണ്ടും മത്സരിച്ച് വിജയിച്ച് പ്രസിഡന്റ് ആയിട്ടുള്ള ഒരാള്. അതിനുശേഷം 2024 ഡൊണാൾഡ് ട്രംപ് ആണ് അത്തരത്തിൽ വരുന്നത്. അപ്പം അമേരിക്കയുടെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ്, പ്രായം കൂടിയ പ്രസിഡന്റ് ആവുന്ന വ്യക്തിയാണ്. രണ്ട്, പരാജയപ്പെട്ടതിന് ശേഷം വീണ്ടും മത്സരിച്ച് വിജയിക്കുന്ന രണ്ടാമത്തെ പ്രസിഡന്റാണ്. നമ്മൾ പറഞ്ഞു ട്രംപിന്റെ രണ്ടാം ഊഴമായിരുന്നു 2016-20. നമുക്കറിയാം 4 വർഷം കൂടുമ്പോഴാണ് അമേരിക്കയിൽ ഇലക്ഷൻ നടക്കുക, അല്ലെ? 4 വർഷം കൂടുമ്പോഴാണ് ഇലക്ഷൻ നടക്കുക. 2016-20 കാലഘട്ടത്തിലായിരുന്നു ട്രംപ് ആദ്യമായിട്ട് പ്രസിഡന്റ് ആവുന്നത്. എന്നാൽ 2020 ഇലക്ഷൻ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ജോ ബൈഡനോട് പരാജയപ്പെടുന്നുണ്ട്. അപ്പോ പിന്നീട് 2024 വീണ്ടും മത്സരിച്ച് വിജയിക്കുന്നു. അമേരിക്കയുടെ പുതിയ വൈസ് പ്രസിഡന്റ് ആയിട്ട് നിയമിതനാകുന്നത് ജെയിംസ് ഡേവിഡ് വാൻസ് ആണ്. ജെയിംസ് ഡേവിഡ് വാൻസ് ആണ്. ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ വൈഫ് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ആളാണ്. ജെയിംസ് ഡേവിഡ് വാൻസ് ആണ് അമേരിക്കയുടെ പുതിയ വൈസ് പ്രസിഡന്റ് ആണ്. ഇതിന്റെ പ്രോസസ്സുകൾ തീർന്നിട്ടില്ല. ഉടനെ സത്യപ്രതിജ്ഞ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഏകദേശം 2025 ജാനുവരിയുടെ അവസാനത്തോട് കൂടിയിട്ട് മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രോസസ്സുകൾ കംപ്ലീറ്റ് തീരുകയുള്ളൂ. അപ്പൊ അതുവരെ എന്താണ്, പക്ഷേ നമ്മൾ ഇത് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് ഓർത്തു വെച്ചു. അപ്പൊ ഇതിന്റെ ഇലക്ഷൻ പ്രോസസ്സുകൾ നടക്കുന്നതേ ഉള്ളൂ. 2025 സത്യപ്രതിജ്ഞ ഉണ്ടാകും. അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ടുള്ള വാർത്ത കൂടിയാണ്. അപ്പൊ ഇതും കൂടി ഇതിന്റെ ഭാഗമായിട്ട് ഓർത്തു. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇതിന്റെ നോട്ട് നമ്മൾ ഈ പറഞ്ഞ കറണ്ട് അഫയേഴ്സിന്റെ നോട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വിസിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഓരോ 10 ദിവസത്തെ, ഇപ്പൊ നവംബർ 1 തൊട്ട് 10 വരെ, 11 തൊട്ട് 20 വരെ, 20 തൊട്ട് 30 വരെ, മാസാവസാനം വരെ, അങ്ങനെ ഒരു മാസത്തിലെ 3 കറണ്ട് അഫയർ വീഡിയോകളും അതുപോലെ തന്നെ 3 ക്വിസും ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്നുണ്ട്. അപ്പൊ ഈ ക്വിസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. അതിനകത്ത് ഗൂഗിൾ ഫോം മാതൃകയിൽ ഈ പഠിച്ചതിന്റെ ക്വിസ് ഉണ്ട്. ആ ക്വിസ് കൃത്യമായിട്ട് ചെയ്ത് നോക്കുക, നോട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നവംബറിന്റെ പാർട്ട് 2 നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്.